ഹലോ പ്രിയ. ഹലോ രാജേഷ്. കുറെ നേരമായി വന്നിട്ട്? കുറച്ചു നേരമായി. രാജേഷ് വരച്ച ചിത്രങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. കൂട്ടത്തിൽ എന്റെ ചിത്രം എവിടെയെങ്കിലും വരച്ചു വെച്ചിട്ടുണ്ടോ എന്ന് തിരയുകയും. അത് കൊള്ളാം. പിന്നെ മിസ്റ്റർ രാജേഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നത്. എന്താ? ഒരു ക്ഷണനം. പ്രിയയുടെ കല്യാണത്തിനോ? രാജേഷ് അറിയാതെ എനിക്ക് കല്യാണം നടക്കുമോ? ഓ, ഇത് മമ്മിയുടെ ക്ഷണമാണ്. രാജേഷിനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. വരണം. ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു. വരാം. എപ്പോ? അത് പറയില്ല. നിങ്ങളെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം ഞാനിവിടെ വരും. താങ്ക് യു. പിന്നെ എന്റെ അപേക്ഷ ഞാൻ വീണ്ടും പുതുക്കുന്നു. എന്തിന്? രാജേഷ് എന്റെ ഒരു ചിത്രം വരയ്ക്കണം. ഇനി വരുമ്പോ എനിക്കത് കാണണം. ഞാൻ വരട്ടെ. ജീവനേക്കാളുപരി സ്നേഹിക്കുന്ന പെൺകുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേറൊരു സങ്കേതത്തിൽ നിന്ന് ഏകയായി ഇറങ്ങി വരുന്നത് കാണാനിടയായ നായകൻ. അതുമൂലം നായികയുടെ ചാരിത്രശുദ്ധിയിൽ സംശയിക്കുന്ന നായകൻ. നായകന് ചെയ്യാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. പെൺകുട്ടി ഇറങ്ങി വന്ന സങ്കേതത്തിൽ ചെന്ന് അവിടെ ഒളിഞ്ഞിരിക്കുന്ന വില്ലനെ അടിച്ച് ചതയ്ക്കണോ, അതോ മാനമായി ധീരമായി അവളുടെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് വിളിച്ചു പറയണം. എന്റെ നോവൻ ഇപ്പോഴിവിടെ എത്തിയിരിക്കും. ശക്തമായ ക്ലൈമാക്സ്. റിയലി. പക്ഷേ നായിക ഒരു സങ്കേതത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന കാരണം കൊണ്ട് മാത്രം നായികയെ സംശയിക്കാമോ? കഥ അവിടെ ദുർബലാവൂലേ? അതിന് വ്യക്തമായ തെളിവുകൾ ഞാൻ നിർത്തുന്നു. എങ്കിൽ തിരക്കടില്ല. അല്ല, ഒരു കാര്യം ഞാൻ പറയാം. സംഗതി ഇത്രമാത്രം വഷളായ സ്ഥിതിക്ക് തീരുമാനം എടുക്കുന്നത് സൂക്ഷിച്ചു വേണം. ഏതായാലും ഇന്ന് രാത്രി ഈ അധ്യായം ഞാൻ എഴുതി തീർക്കും. എത്ര മനോഹരമായ സ്ഥലം. പിന്നെ മിസ്റ്റർ രാജേഷ് ഇതിനും കൂടെ വന്നിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഇവിടെ ഒന്ന് നോക്കിയാൽ മൈലുകൾക്കപ്പുറത്തുള്ള പലതും കാണാം. വരൂ, നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇതാണ് സൂസൈഡ് പോയിന്റ്. അത്യഗാധമായ താഴ്വരകൾ. കാലുതെറ്റി വീണാൽ അതോടെ അവസാനിച്ചു. എന്നെ എത്ര ധൃതിപ്പെട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെന്തിനാ? മിസ്റ്റർ രാജേഷ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? പല പ്രാവശ്യം. ഓ, ഞാൻ വിചാരിച്ചതിനു മുമ്പ് ഈ സ്ഥലം കണ്ടിരിക്കില്ലെന്ന്. അവര് രാജേഷ്, ഈ സ്ഥലം ഏതാണെന്ന് അറിയാമോ? സൂയിസൈഡ് പോയിന്റ്. നിരാശരായ കാമുകി കാമുകന്മാർ ആത്മഹത്യ ചെയ്യുന്ന സ്ഥലമാണിത്. ഐ സി.
കാമുകി കാമുകന്മാരെ പിരിപ്പിക്കാൻ ശ്രമിക്കുന്ന വില്ലന്മാരെ തള്ളിയിട്ട് കൊല്ലാനും ഈ സ്ഥലം ഉപയോഗിക്കാം. അബ്സല്യൂട്ട്ലി കറക്റ്റ്. മിസ്റ്റർ രാജേഷ്, ഞാനൊരു സാഹിത്യകാരനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അറിയാം. പിന്നെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നായകൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ മറ്റൊരാളെ സ്നേഹിക്കുന്നതായി നായകൻ സംശയിക്കുന്നു. ഇനി എങ്ങനെ പ്രൊസീഡ് ചെയ്യണം? ക്ലൈമാക്സ് എന്തായിരിക്കും? സംശയിക്കാൻ എന്തിരിക്കുന്നു? വില്ലൻ ഇവിടെ കൊണ്ടുവന്ന് ഈ കൊക്കയിലേക്ക് തട്ടണം, അത്ര തന്നെ. കറക്റ്റ്. പക്ഷേ വേറൊന്ന്, നായികയെ സംശയിക്കാൻ നായകൻ കണ്ട കുറ്റം എന്താണ്? ഐ മീൻ വാട്ട്സ് ദ ബാക്ക്ഗ്രൗണ്ട്? വില്ലന്റെ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി വരുന്ന നായികയെ നായകൻ കാണും. ദുർബലമായ പശ്ചാത്തലം. കാരണം അത് സംശയിക്കത്തക്ക ഒരു തെളിവല്ല. മനസ്സിലായില്ല. മിസ്റ്റർ മധു, ഒരു ഉദാഹരണം പറയാം. എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ. കേണൽ മേനന്റെ മകൾ പ്രിയ അടിക്കടി എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് പലരും കണ്ടിരിക്കും. കണ്ടിട്ടുണ്ടെങ്കിൽ സംശയിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് തെറ്റ്. സത്യത്തിൽ ഞാൻ പ്രിയെ പ്രേമിക്കുന്നില്ല. ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. രാജേഷ്, മധു, രാജേഷ്, എനിക്ക് മാപ്പ് തരും. മധു, എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജേഷ്, ഞാൻ പറഞ്ഞ കഥയിലെ നായകൻ ഞാനും നായിക പ്രിയയും വില്ലൻ നിങ്ങളുമാണ്. എനിക്ക് മാപ്പ് തരൂ രാജേഷ്. എന്നെ കൊല്ലാൻ കൊണ്ടുവന്നായിരിക്കും. താങ്ക് യു വെരി മച്ച്. രാജേഷ്, രാജേഷ്, രാജേഷ്.